50 കൊല്ലം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ പൂർവ്വ പിതാവായ നോഹ് നബിയുടെ അരികിലേക്കോ നോഹ് നബിയുടെ മക്ബറയിലേക്കോ പോയില്ല. ആ മക്ബറ അന്വേഷിച്ചില്ല. രണ്ടാളുടെയും ജനനം ഇറാഖ് എന്ന പ്രദേശത്താണെങ്കിലും നോഹ് നബിയുടെ നബിയുടെ മക്ബറ എവിടെയാണ്, നോഹ് നബിയുടെ ദർഗ എവിടെയാണ്? അവിടെ ചെന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം പറയാനും പറ്റും, അദ്ദേഹത്തെ ഇടയാളനാക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ മക്ബറയിൽ നിന്ന് എണ്ണയോ വെള്ളമോ ഭസ്മമോ സ്വീകരിക്കാം, അവിടെ ചെന്ന് പ്രാർത്ഥിക്കാമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചിന്തിച്ചില്ല. വഅദഉ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ്യാ. ഞാൻ എൻ്റെ ഈ ആവശ്യത്തിന് വേണ്ടി എൻ്റെ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കും, അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ ഞാൻ നിരാശപ്പെടില്ലായിരിക്കാം. 50 കൊല്ലത്തിനിടക്ക് അള്ളാഹു അല്ലാത്ത ഒരു 5 സ്ഥലത്തേക്കെങ്കിലും ഇബ്രാഹിം നബി പോയില്ല. ഒരു 5 സെക്കൻഡെങ്കിലും മറ്റൊരു കേന്ദ്രത്തെപ്പറ്റി ആലോചിച്ചില്ല. ആ ഇബ്രാഹിം നബിക്ക് സന്താനങ്ങളുണ്ടായി. അത് പ്രവാചകന് അള്ളാഹു തആല നൽകിയ അനുഗ്രഹമാണ്. ആ പ്രവാചകന് ശേഷം മഹാനായ സക്കരിയ നബി അലൈഹി ഇസ്ലാമിനും ഇതേ അവസ്ഥയുണ്ടാവുകയാണ്. പക്ഷേ അദ്ദേഹവും റബ്ബിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ അരികിലേക്കോ അദ്ദേഹത്തിൻ്റെ മക്കാമിലേക്കോ ദർഗയിലേക്കോ പോവുകയല്ല ചെയ്തത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. റബ്ബി ഹബിലി മിനസ്സാലിഹീൻ, ഒരു നല്ല സന്താനത്തെ നൽകി എന്നെ അനുഗ്രഹിക്കണമേ. സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ചെയ്തു. അപ്പോൾ ഞാൻ പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് പ്രാർത്ഥനയാണ്. അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കാൻ വിശ്വാസികളായ ആളുകളെങ്കിലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വാക്കുകൊണ്ട് അംഗീകരിക്കുന്ന ആളുകളെങ്കിലും അത് ജീവിതത്തിൽ പുലർത്തണം. അതെന്ത് തെറ്റിപ്പോയാൽ ഒറ്റ വാക്കിൽ അനശ്വരമായ, തീർക്കാൻ കഴിയാത്ത, പരിഹരിക്കാൻ പറ്റാത്ത, മടങ്ങി വരാൻ പറ്റാത്ത, തിരുത്താൻ പറ്റാത്ത അപകടത്തിലാവും. അതുകൊണ്ടാണ് പ്രവാചകന്മാരെല്ലാം അതിന് പ്രാധാന്യം നൽകിയത്.